പണ്ട് കാശിക്ക് പോകുന്നത് അവസാനത്തെ യാത്ര. കാശിക്ക് പോകുമ്പോൾ ശിവൻ തന്നെ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാശിയിലെത്തുന്നവന്റെ കാല് കല്ലിൽ നടന്ന് തേഞ്ഞിട്ടുണ്ടാവണമെന്നാണ്. ആരെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടോ കൈലാസത്തിൽ ശിവനെ കണ്ടുവെന്ന്? ശിവൻ എന്ന് പറയും ഒരു കൽപ്പിതമായ ദൈവരൂപത്തേക്ക് നമ്മളിൽ ഇടയിൽ ജീവിക്കുന്ന ഒരാൾ. പഞ്ചകൈലാസ യാത്രകൾ കഴിഞ്ഞവർക്ക് പിന്നീട് വീണ്ടും ഒരു ജന്മമില്ല എന്നുള്ളതാണ്. പെട്ടെന്നുള്ളൊരു ദേഷ്യത്തില് തപസ് മുടക്കി എന്ന് പറഞ്ഞ കാമദേവനെ ദയിപ്പിച്ചു കളഞ്ഞു. അതൊരു അബദ്ധല്ലേ? ഗണപതിയുടെ തല വെട്ടി കളഞ്ഞു. അതൊരു അബദ്ധല്ലേ? സതീദേവി പോയ വിരഹമാണെങ്കിലും പാർവതി ദേവിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രണയമാണെങ്കിലും ഇതിനെല്ലാം കൃത്യമായി മനുഷ്യരുടെ ഇമോഷൻസുമായി പെട്ടെന്ന് കണക്ട് ആവാറുണ്ട്. ഒരു മനുഷ്യ ചേതനയ്ക്ക് ഉണ്ടാവുന്ന എല്ലാ വിചാരങ്ങളും നമുക്ക് ശിവനിൽ കാണാം. എന്നിട്ടും അതിനപ്പുറത്തേക്ക് വളരാൻ കഴിയുന്ന ഒരു തേജസ്സായി മാറുന്നു എന്ന് പറയുന്നതാണ് ഒരാള് ശിവനാണ്. ശിവൻ എന്ന് പറയുന്നത് ഒരാളാവണ്ട, നിങ്ങൾക്ക് ശിവനാവും. രാമന്റെ ജീവിതം നോക്കൂ, എല്ലാ അർത്ഥത്തിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ്. എനിക്ക് വരുന്ന കഷ്ടതകളല്ല ഞാൻ എന്നുള്ള തിരിച്ചറിവിൽ രാമൻ ചെയ്യുന്ന പ്രവർത്തികളാണ് രാമനെ ഈശ്വരനായി. നിങ്ങൾക്ക് ദുഃഖത്തിൽ മുഴുകി അരമണിക്കൂർ കൂടുതൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വലായി. കൈലാസത്തിലേക്ക് പോയി അല്ലെങ്കിൽ പഞ്ചകൈലാസ യാത്രകൾ നടത്തി എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലൊക്കെ ചോദിച്ചിട്ടുണ്ടോ കൈലാസത്തിൽ ശിവനെ കണ്ടുവെന്ന്? ശിവനെ കണ്ടു എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതായത് പഴയ കാലത്തുള്ള ആ ഒരു യുക്തിബോധത്തിന്റെ സർക്കിളിലുള്ള കൂട്ടുകാരൊക്കെ ചോദിക്കുന്ന ചില എങ്ങനെയുണ്ട് ആളെ കണ്ട എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ തമാശയായിട്ട് തന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആളെ കണ്ടു എന്ന് തന്നെ പറയും. പിന്നെന്താ നമ്മൾ ഇരുന്ന് സംസാരിച്ച് പോകുന്നു പറയും. പക്ഷെ സത്യത്തില് ശിവൻ എന്ന് പറയുന്നത് ഒരാളായിട്ട് പോലും ധരിക്കുന്ന നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ശിവൻ നമ്മളിലേക്ക് സംഭവിക്കുന്ന ഒരു ജ്ഞാനോദയമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ബോധോദയമാണ്. നമ്മൾ ആത്മാന്വേഷണം ആരംഭിക്കുകയാണ്. അപ്പോൾ സനാതന ധർമ്മ വിശ്വാസം അനുസരിച്ചിട്ട് വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നതിലല്ല കാര്യം. ഈ സംസാര ചക്രത്തിൽ നിന്ന് ജന്മങ്ങൾ അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നതിലാണ് കാര്യം. അപ്പൊ അന്ന് കാലത്ത് എനിക്ക് പഞ്ചകൈലാസ യാത്ര ചെയ്യുമ്പോണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് പഞ്ചകൈലാസ യാത്രകൾ കഴിഞ്ഞവർക്ക് പിന്നീട് വീണ്ടും ഒരു ജന്മമില്ല എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചകൈലാസ പരിക്രമണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ജന്മം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന് പറയുന്ന ഓഫർ. അല്ലാതെ പഞ്ചകൈലാസ യാത്ര കഴിഞ്ഞാൽ നിങ്ങൾ കോടീശ്വരനാവുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര രൂപ അതല്ല അതിന്റെ ഓഫർ അതാണ്. നിങ്ങൾക്ക് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നാണ്. ഇപ്പൊ ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും ഇനി തിരിച്ചു വരവ് ഉണ്ടാവരുതെന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെയൊക്കെ പ്രസിദ്ധമായ തന്നെ ഈ മനോഹര തീരത്ത് തരുമ്പോൾ വീണ്ടും ഇനിയൊരു ജന്മം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീരം മനോഹരമായിരുന്നു, നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ മനോഹരമായിരുന്നു, നമുക്ക് കിട്ടിയ ജന്മം വളരെയേറെ അനുഗ്രഹീതമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചക്രത്തിലൂടെ അവസാനിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. എന്റെ ധാരണയിൽ ഇരിക്കുന്നത് പഞ്ചകൈലാസ യാത്ര പൂർത്തീകരിക്കുന്ന എല്ലാവരും അവസാന അഞ്ചാമത്തെ കൈലാസമൊക്കെ ആകുമ്പോഴേക്കും തീർച്ചയായും മനസ്സുകൊണ്ട് ആഗ്രഹിക്കും ഇനിയൊരു വരവ് വേണ്ട, ഇത് മതി, ഇതോടുകൂടി തീർത്തു തരണം എന്ന് വിചാരിക്കുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം സത്യം പറഞ്ഞ. ഇപ്പൊ നമുക്കറിയാം, ചേട്ടൻ തന്നെ പറഞ്ഞു അഞ്ചാമത്തെ കൈലാസം എത്തുമ്പോഴേക്കും ഇനിയൊരു വരവ് വേണ്ട അല്ലെങ്കിൽ അതിൽ നിർവൃതി അണയുന്നവരാണ്. പക്ഷെ വീണ്ടും വീണ്ടും പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ചേട്ടന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു വർഷത്തിൽ 3 തവണ വരെ പോകുന്നുണ്ട് ചേട്ടനവിടെ. ചേട്ടന്റെ ഒപ്പം തന്നെ നിരവധി തവണ ഇത്തരത്തിൽ യാത്രകൾ വന്നവരുണ്ടോ? നോക്കൂ, അതും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെ പറയുന്നില്ല. ലോകത്തെ എല്ലാ വിശ്വാസങ്ങളും കൈലാസമാണ് പരമപ്രധാനമായ ലക്ഷ്യം എന്ന് വിശ്വസിക്കുന്ന വിശ്വാസങ്ങളല്ല. ഞാൻ എല്ലാ വിശ്വാസങ്ങളെയും മാനിക്കുന്ന പോലെ തന്നെ അത് അവരുടെ വിശ്വാസങ്ങളായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ എൻ്റെ രാജ്യത്തിൻ്റെ വിശ്വാസം അനുസരിച്ചിട്ട് കൈലാസം പോലെ ഒരു സ്ഥലത്ത് എത്തിച്ചേരുക എന്ന് പറയുന്നത് പരമോന്നതമായ ഒരു ലക്ഷ്യമാണ്. കാരണം അന്ന് പ്രത്യേകിച്ചും ഇന്നിപ്പോ മോട്ടോർ വാഹന സൗകര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറെ കൂടി എളുപ്പമാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കാശിക്ക് പോകുന്നത് എങ്ങനെയാണ്? കാശിക്ക് പോകുമ്പോ ശിവൻ തന്നെ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാശിയിലെത്തുന്നവന്റെ കാല് കല്ലിൽ നടന്ന് തേഞ്ഞിട്ടുണ്ടാവണം എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടെ നടന്നിട്ടേ പോവും. ഇന്നിപ്പോ നമ്മൾ ഫ്ലൈറ്റ് പിടിച്ച അവിടെ വാരണാസിയിൽ നേരെ വാരണാസി എയർപോർട്ടിൽ പോയി ഇറങ്ങി. ഇന്റർനാഷണൽ എയർപോർട്ടാണ്. അവിടുന്ന് ഇറങ്ങി അവിടുന്ന് വണ്ടി എടുത്ത് നേരെ കാശി ഗാർഡിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നു. വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിഞ്ഞു. കാശി വിശ്വനാഥ ദർശനം കഴിഞ്ഞ് പോന്നു. പണ്ട് കാശിക്ക് പോകുന്ന പറഞ്ഞത് അവസാനത്തെ യാത്രയാണ്. ഇവിടുന്ന് നടന്നു പോകുന്നു. കാശിയിൽ പോയാലും പിന്നെ തിരിച്ചും വരില്ല. അപ്പൊ അതുപോലെ കൈലാസം പോകുന്നത് അന്ന് കാശിക്ക് പോകുന്നത് സാധാരണ പ്രായമായവരൊക്കെ പോവാറുണ്ടെങ്കിൽ പോലും കൈലാസം പോകുന്നത് അന്ന് അത്രയും വലിയ യോഗീശ്വരന്മാരും അല്ലെങ്കിൽ സിദ്ധരെ പോകുന്നു. കാരണം കൈലാസത്തേക്ക് പോകാൻ വേണ്ട യാത്രയെ തരണം ചെയ്യാൻ വേണ്ട ശാരീരിക ആരോഗ്യമുള്ളവർക്ക് മാത്രമേ അവിടെ എത്താൻ പറ്റൂ. അപ്പൊ ആ തണുപ്പിനെ അതിജീവിക്കാൻ തന്നെ ഒരു യോഗാക്രിയൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, ആ യോഗികളായിരിക്കണം. അല്ലെങ്കിൽ അവിടെ പോയാൽ കൈലാസത്തിൽ തന്നെ ചൈതന്യം ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അവർ സിദ്ധരോ യോഗികളോ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ളവരെ പോവാമായിരുന്നു. അപ്പോൾ കൈലാസം നമ്മുടെ പരമോന്നതമായ ലക്ഷ്യമാണ്. പഞ്ചകൈലാസം കൊണ്ട് പറഞ്ഞാൽ ഒരു ശരീരം കൊണ്ട് നമുക്കിവിടെ ചെയ്യാവുന്നതിൽ ഏറ്റവും മാതൃമായ കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. പിന്നെ ശരീരം എടുത്തുള്ള ഒരു വരവ് വേണം.
എന്നാൽ രണ്ടാമത്തെ പോകുന്നതിന്റെ കാര്യം വെച്ചപ്പോൾ നമ്മളൊരു പുണ്യകർമ്മം ചെയ്തു, നമുക്ക് അതിൽ നിന്ന് പുണ്യം ലഭിച്ചാൽ പോലും ആ പുണ്യകർമ്മം വീണ്ടും ആവർത്തിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ നമുക്കൊരാൾക്ക് ദാനം കൊടുത്തു വീണ്ടും കൊടുക്കാം. അപ്പൊ അതുപോലെ കൈലാസത്തിന്റെ അവിടെ പോകുമ്പോൾ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ശാരീരികമായ ഒരു ആവശ്യമല്ല, ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ ഒരു കൊതിയാണ് വീണ്ടും വീണ്ടും ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ. എത്ര പോയാലും മതിയാവില്ല. പക്ഷെ ഒരു ജന്മം എന്നുള്ള നിലയിൽ നമ്മൾ അതിൻ്റെ ഒരു അവസാനം അവലോകനം ചെയ്യുമ്പോൾ ശരീരം കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ശരീരമുള്ളൊരു ജന്മം വേണ്ട, ശരീരമില്ലാത്ത ജന്മങ്ങൾ ഉണ്ടായിരിക്കാം, മറ്റൊരു തലത്തിൽ മറ്റൊരു രീതിയിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ ഒരു ജന്മം ആയിക്കോട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ഭഗവാന്റെ അടുത്ത് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഞാനിപ്പോഴും പറയുന്നത്, ഒരു കുട്ടീനെ പോലെ നമ്മൾ എത്രയോ പ്രാവശ്യം പോയാലും നമുക്ക് ഇനിയും അവസരം കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു 3 മാസം നീണ്ടു നിൽക്കുന്ന, ഒരു 3-4 മാസം നിൽക്കുന്ന സമയത്ത് ഈ 3-4 കൈലാസയാത്ര നടത്തുക എന്ന് പറയുന്നത് ശാരീരികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഒരു യാത്ര കഴിഞ്ഞ് വന്നവരുടെ 6 മാസം കഴിഞ്ഞിട്ടാണ് റിക്കവറി. അപ്പൊ നമുക്ക് അത്രയേറെ ടോൾ നമ്മുടെ ശരീരത്തിനുണ്ട്. പക്ഷെ ആ ശരീരത്തിലല്ലല്ലോ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ ശരീരത്തിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിനേക്കാൾ ഉപരിയാണ് നമുക്ക് അവിടെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം. അത് എനിക്ക് മാത്രമല്ല, കൈലാസം പോയി ആരോട് വേണമെങ്കിൽ ചോദിച്ചോളൂ, ഒരു അവസരം കൂടി കിട്ടി കഴിഞ്ഞാൽ പോകാൻ തയ്യാറാണെന്ന് പറയുന്ന ആൾക്കാരായിരിക്കില്ല. എനിക്ക് മതി എന്ന് പറയുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എക്കണോമിക് പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റുള്ള സൗകര്യങ്ങളും ഉള്ളതുകൊണ്ടായിരിക്കും ആൾക്കാർ പോകാത്തത്. അല്ലെങ്കിൽ അവസരം കിട്ടുകയാണെങ്കിൽ എല്ലാ ദിവസവും കൈലാസം പോകാൻ തയ്യാറുള്ള ആൾക്കാരായിരിക്കും എല്ലാവരും. ഇത്രയും യാത്രകൾ പോയ സമയത്ത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതായിരിക്കും? ലൈക്ക് ജീവിതത്തിലെ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള, അല്ലെങ്കിൽ വലിയൊരു ബോധം ഉണ്ടാക്കി തന്ന ഒരു മൊമെന്റ് ഉണ്ടോ ഈ യാത്രകൾ? നമുക്ക് കൈലാസ യാത്ര തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ അതുവരെ ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ക്ഷേത്രങ്ങളിൽ പോകാതിരുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞ് കൈലാസ യാത്രയിൽ വരുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും വലിയൊരു മിഥ്യാധാരണ എന്ന് പറയുന്നത്, നമുക്ക് ഇന്ന് ലഭ്യമായ സയന്റിഫിക് അറിവുകളുടെ ഉള്ളിലെല്ലാം ഒതുങ്ങണം എന്ന് പറയുന്നതാണ്. നമ്മൾ 90s പഠിച്ച സയൻസ് അല്ല ഇന്നത്തെ സയൻസ്. അതിൻ്റെ മാനം തന്നെ മാറി. നിശ്ചിതമായിരുന്ന സയൻസിൽ നിന്ന് വളരെ ഫ്ലൂയിഡായി മാറിയിട്ടുണ്ട്. അപ്പൊ ക്രമേണ നമ്മൾ വേദാന്തത്തിലേക്ക് അടുക്കുകയാണ്. വേദാന്തത്തില് ഉപമയോടെ പോലെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് നമ്മളെല്ലാം വാക്യാർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ദേവിയുടെ ശരീരം, മഹാവിഷ്ണു, അത് സതീദേവിയുടെ ശരീരം, കത്തിക്കരിഞ്ഞ ശരീരവുമായി ശിവൻ അലഞ്ഞു തിരിഞ്ഞപ്പോൾ മഹാവിഷ്ണു പ്രപഞ്ചം അവസാനിക്കാൻ പോവാണെന്നുള്ള ഭയത്തോടെ അദ്ദേഹം സുദർശനക്ര അയച്ചത് 51 കഷ്ണങ്ങളാക്കി തെറിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ശക്തിപീഠങ്ങളുടെ കഥ. ഈ ശക്തിപീഠങ്ങളൊക്കെ എവിടെ കിടക്കുന്നത് നോക്കുമ്പോൾ, ഒന്ന് ശ്രീലങ്കയിലുണ്ട്, നേപ്പാളിൽ ഒരു 3 കിടക്കുന്നുണ്ട്, പാകിസ്ഥാനിൽ 2 കിടക്കുന്നുണ്ട്, ബംഗ്ലാദേശിൽ 7 ഉണ്ടായിരുന്നു, 6 ഉണ്ട്, ബാക്കി ഇന്ത്യയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും ദൂരത്തിലേക്ക് മാംസ കഷ്ണങ്ങൾ തിരിച്ചു എന്നാണോ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അതൊരു ഉപമയായിരിക്കാം സാധാരണക്കാർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. മാംസ കഷ്ണങ്ങൾ ഇത്രയും ദൂരത്തേക്ക് തെറിപ്പിച്ചു എന്നായിരിക്കില്ല എന്ന് തോന്നുന്നു. അതിന്റെ പിന്നിൽ ആ ഒരു ചൈതന്യത്തിനെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ശിവൻ എന്ന് പറയുന്നത് പുരുഷനും പ്രകൃതി എന്ന് പറയുന്നത് ദൈവികമായിട്ടാണ് നമ്മൾ സങ്കല്പിക്കാറുള്ളത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു വലിയ മഹാസ്ഫോടനത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവത്തിനെയാണ് ഇവർ ഈ ആലങ്കാരികമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുന്നുണ്ടെങ്കിൽ ഉൾക്കൊള്ളാം. ആ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ മോഡേൺ സയൻസ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവരും ആലങ്കാരികമായ ഭാഷയിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞു. ഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പരിപാടി നിന്നും ഇപ്പോൾ ഇവരും ഇവിടെയും കാണാൻ ഒരു എളുപ്പം അവിടെയും ഉണ്ടാവാം, അതേസമയം വേറൊരു സ്ഥലത്തും ഉണ്ടാവാം എന്നുള്ള രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് വളർന്നു വരികയാണ്. അപ്പൊ 90കളിൽ ഞാൻ പഠിച്ച സയൻസിൽ തന്നെ ഈ ലോകത്തെ എനിക്ക് നിർവചിക്കണം എന്ന് പറയുന്നത് എത്രയോ ബാലിശമായ കാര്യം. കാരണം ഈ പറയുന്ന എൻ്റെ അറിവുകൾ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനേക്കാളൊക്കെ അപ്പുറത്ത് പോയി കണ്ടവർ ഇപ്പൊ എങ്ങനെയാണ് സൂര്യനിൽ നിന്ന് 8 മിനിറ്റ് കൊണ്ടാണ് ഒരു പ്രകാശം ഇവിടെ എത്തുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മുമ്പേ അറിയാമായിരുന്നു. എങ്ങനെയാണ് സൗരയൂഥത്തിന്റെ ഘടന നമുക്കറിയാമായിരുന്നു. നമ്മൾ പറയുന്നത് ഗലീലിയോ കണ്ടുപിടിച്ചു ടെലിസ്കോപ്പ് എന്നല്ല പറഞ്ഞത്, അതിനു മുമ്പ് തന്നെ കൃത്യമായിട്ട് ഇവിടെ വിവരിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വരാഹ അവതാരത്തിൽ ഒരു ഗോളാകൃതിയുള്ള ഭൂമിയെ ഉയർത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഭൂമി ഗോളാകൃതിയെ നമുക്ക് പണ്ടേ അറിയാമായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശയക്കുഴപ്പമില്ലാതെ അവരനുസരിക്കാൻ വേണ്ടിയിട്ട് ലളിതമായ ഭാഷകളിൽ പറഞ്ഞതായിരിക്കാം. ഈ പറഞ്ഞതിനെ നമ്മൾ വാക്യാർത്ഥത്തിലെടുത്ത് അതങ്ങനെ നടക്കുക, ഒരു മാംസകഷ്ണം അവിടെ നിന്ന് തെറിച്ചിട്ട് എങ്ങനെ അവിടെ വരിക എന്നൊക്കെ ചോദിക്കാന്നിപ്പോൾ അത് ഷാഠ്യമാണ്, ബാലിശമായ ഷാഠ്യമാണ്. നമുക്ക് അതിൻ്റെ വലിയ അർത്ഥത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ ഈ പ്രദേശത്തുണ്ടായിരുന്ന എനർജികളെ തിരിച്ചറിഞ്ഞവരാണ്. അതിനെ ഏത് തരത്തിലുള്ള എനർജിയാണെന്നും അവിടെ പോയാൽ നിങ്ങളിൽ എന്താണത് മാറ്റം ഉണ്ടാക്കാൻ പോകണമെന്ന് തിരിച്ചറിഞ്ഞവരാണ്. അങ്ങനെ നമ്മളെക്കാളൊക്കെ ഉയർന്ന ചിന്താഗതി ഉണ്ടായിരുന്നവർ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു പാതയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെ ഫോളോ ചെയ്യും. ഞാൻ ഒരിക്കലും അന്ധമായിട്ട് പിന്തുടർന്ന് പറയില്ല. കാരണം നമ്മുടെ രീതി ഫോളോവിങ് അല്ല, നമ്മൾ ആരും ഒരാൾ പറയുന്നതിനെ അനുസരിക്കുക എന്നുള്ള രീതിയിലല്ല. നമ്മൾ ഓരോരുത്തരും സീക്കേഴ്സാണ്, നമ്മൾ ഓരോരുത്തരും അന്വേഷകരാണ്. നിങ്ങളുടെ പാത നിങ്ങൾ സ്വയം കണ്ടെത്തുക, അവിടെ മുൻവിധികൾ മാറ്റി വയ്ക്കുക.
അല്ലെങ്കിൽ ഇന്നതായിരിക്കണം, ഇതിന്റെ ഉള്ളിൽ ഒതുങ്ങണം ഞാൻ കണ്ടുപിടിക്കാൻ പോണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ ഒതുങ്ങും തന്നെ കിട്ടുന്നു. കടലിനെ അളക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ചിരട്ടയും കൊണ്ട് പോവാതിരിക്കുക, കടലിനെ ആസ്വദിക്കാൻ പോവുക, ചിരട്ട കൊണ്ട് പോവാതിരിക്കുക. ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത്. അതാണ് നമുക്ക് പറ്റുന്ന അബദ്ധം. നമ്മൾ ചിരട്ടയിൽ എടുക്കുന്നതാണ് കടൽ എന്ന് വിചാരിക്കുന്നതാണ് ഈ പ്രശ്നം. ഇപ്പൊ നമ്മള് ശിവഭഗവാനെ കുറിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മനുഷ്യരുടെ ഇമോഷൻസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, വളരെ അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ സിമിലർ ആയിട്ടുള്ള അതേ ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയായി ശിവനെ കാണണമെന്നല്ല പറയുന്നത്. എന്നാലും അദ്ദേഹത്തിന്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അത് തരുന്ന തത്വങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഇപ്പൊ സതീദേവി പോയ വിരഹമാണെങ്കിലും പാർവതി ദേവിക്കൊപ്പം ഉണ്ടായിരുന്ന പ്രണയമാണെങ്കിലും ഇതിനെല്ലാം കൃത്യമായി മനുഷ്യരുടെ ഇമോഷൻസുമായി പെട്ടെന്ന് കണക്ട് ആവാറുണ്ട്. അപ്പൊ അത്രത്തോളം മനുഷ്യർക്ക് അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അപ്രോച്ചബിൾ ആയി തോന്നുന്ന ഈശ്വര സങ്കല്പമാണ് ഭഗവാൻ ശിവൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു തത്വത്തിനോട് അടുത്തപ്പോൾ എങ്ങനെയാണ് ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ഉണ്ടായത്? നോക്കൂ, ശിവന്റെ കഥകൾ നമ്മൾ ശിവപുരാണമൊക്കെ നമ്മൾ വായിച്ചു പോകുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് പറ്റുന്ന രീതിയിൽ തന്നെ എല്ലാ അബദ്ധങ്ങളും പറ്റിയിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ ഭസ്മാസുരന്റെ വരം കൊടുത്തു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിനേക്കാൾ വലിയൊരു അബദ്ധം ഒരു മനുഷ്യന് പറ്റാറുണ്ട്. ഇനി പെട്ടെന്നുള്ളൊരു ദേഷ്യത്തില് തപസ് മുടക്കി എന്ന് പറഞ്ഞ കാമദേവനെ പുള്ളി ദയിപ്പിച്ചു കളഞ്ഞു. അതൊരു അബദ്ധല്ലേ? ഗണപതിയുടെ തല വെട്ടി കളഞ്ഞു, അതൊരു അബദ്ധല്ലേ? കോപമാണ്, പെട്ടെന്നുള്ള വരുന്ന കോപത്തിലാണ്. അപ്പൊ കോപം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യാറുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ മനുഷ്യനെ പോലെ തന്നെ വൈരാഗ്യത്തിലേക്ക് പോകാറുണ്ട്. ഇപ്പൊ സതീദേവി മരിച്ചതിന് ശേഷം വൈരാഗ്യത്തിലേക്ക് പോയി, തപസ്സിലേക്ക് പോയി, ഒറ്റപ്പെട്ടു പോയി. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ ചെയ്യുന്ന മനുഷ്യനോട് ഒരു മനുഷ്യ ചേതനയ്ക്ക് ഉണ്ടാവുന്ന എല്ലാ വിചാരങ്ങളും നമുക്ക് ശിവനിൽ കാണാൻ പറ്റും. എന്നിട്ടും അതിനപ്പുറത്തേക്ക് വളരാൻ കഴിയുന്ന ഒരു തേജസ്സായി മാറുന്നു എന്ന് പറയുമ്പോഴാണ് ഒരാൾ ശിവനാവും. അപ്പൊ ശിവൻ എന്ന് പറയുന്നത് ഒരാളാവണ്ട, നിങ്ങൾക്ക് ശിവനാവാം. ഇപ്പൊ ശിവൻ വന്നതായിട്ടാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് ഇപ്പൊ നമ്മൾ നാഗേശ്വര ജ്യോതിർലിംഗത്തിന്റെ കഥ എടുക്കുമ്പോൾ ശിവൻ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യമായിട്ട് മുനിമാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തിനെ കേൾക്കാൻ വേണ്ടിയിരുന്ന 7 പേരിലെ 7 പേരിലേക്ക് യോഗവിദ്യ പകർന്നു കൊടുത്തു. അവർ സപ്തർഷികളായി മാറി എന്നുള്ളതാണ് കഥ പറയുന്നത്. അപ്പൊ മനുഷ്യരൂപത്തിലാണ് വന്നതെന്നും ചിലർക്ക് പരാമർശിച്ചിട്ട് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ കുതിരയുടെ ഉയരമുള്ള ഒരാളായിരുന്നു ശിവനെന്നും ആകാര സൃഷ്ടിയുള്ള ഒരാളായിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഭീമാകാരനായ ഒരു കാളവാഹനായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. അപ്പൊ പലതും നമ്മൾ പിന്നീട് കൂട്ടിച്ചേർക്കലുകളും പുരാണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ശിവൻ എന്ന് പറയുന്നത് ഒരു കൽപ്പിതമായ ദൈവരൂപത്തേക്കാൾ നമ്മളിൽ ഇടയിൽ ജീവിക്കുന്ന ഒരാൾ, ആ ജീവിക്കുമ്പോൾ തന്നെ യോഗവിദ്യയിൽ കൂടി ഞാൻ എന്തെന്ന് അറിയാൻ സാധിച്ച ഒരാൾ എന്നെടുത്താൽ തന്നെ. ഇപ്പൊ നമ്മുടെ നാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളിയാക്കിയിട്ട് പറയാറുണ്ട്. ഇപ്പൊ സദ്ഗുരുവിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെച്ചാൽ വി നോ ദ മാനുഫാക്ചറിങ് ടെക്നിക് ഓഫ് ഗോഡ്സ്, വി മാനുഫാക്ചർ ഗോഡ്സ്. ഇപ്പൊ രാമനും കൃഷ്ണനും ഒക്കെ എന്ന് പറയുന്നത് ഇവരാരും ഉണ്ടാക്കിയിട്ടുള്ള ഒരു സനാതന ധർമ്മ രീതി എന്നല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അവരൊക്കെ വന്നത് തന്നെ ഈ രീതിയിലേക്കാണ്, അവര് വന്നതാണ്. അപ്പൊ നോക്കൂ, രാമന്റെ ജീവിതം നോക്കൂ. ഒരു അർത്ഥത്തിൽ നിങ്ങൾ മറ്റൊരു തലത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള മനുഷ്യനാണ്. ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും എല്ലായിടത്തും പരാജയങ്ങളാണ്. ഏറ്റവും ദുഃഖപരമായ ഒരു ജീവിതം ഒരു പുരുഷന്റെ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് എടുത്ത് പറയാൻ പറഞ്ഞാൽ നമുക്ക് ആ ധൈര്യമായിട്ട് പറയാം രാമന്റെ. പക്ഷേ ആ ദുഃഖകരമായ അനുഭവങ്ങളല്ല രാമനെ ഉണ്ടാക്കുന്നത്. ആ ദുഃഖകരമായ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴും ഇത് അല്ല ഞാൻ എന്നുള്ള തിരിച്ചറിവിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ശരീരമല്ല, എനിക്ക് വരുന്ന കഷ്ടതകളല്ല ഞാൻ എന്നുള്ള തിരിച്ചറിവിൽ രാമൻ ചെയ്ത പ്രവർത്തികളാണ് രാമനെ ഈശ്വരനാക്കി മാറ്റും. അത് തന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണനെ പറ്റി പറയുമ്പോൾ കളിയാക്കിയിട്ട് പറയുന്നത് യോഗീശ്വരനുമാണ് ഭോഗീശ്വരനാണെന്ന് പറയാറുണ്ട്. പക്ഷെ ഈ രണ്ടിന്റെ ഇടയിലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് ഞാൻ കൃഷ്ണനാണെന്നും ഞാൻ എൻ്റെ ഈ ശരീരമല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചറിവ്. ഞാൻ നേരത്തെ പറഞ്ഞ അത് സാധ്യമായെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു 10 അടി ഉയരത്തിൽ നിങ്ങളുടെ ചേതന നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ നിന്ന് വരുന്ന സംഭവങ്ങളൊക്കെ ഉള്ള അതിനൊക്കെ നിസ്സാരവൽക്കരിച്ച് കാണാൻ പറ്റും. നിങ്ങളുടെ ഒരു 10 അടി മുകളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ വഴക്കുകളും അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ 10 വർഷം മുമ്പ് നിങ്ങളെ ഉറക്കമില്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ച പല വിഷയങ്ങളും ഇന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വഴി തരുന്നുണ്ടാവും, അല്ലേ? അപ്പൊ ഈ ഒരു ഉയർന്നുള്ള കാഴ്ചപ്പാട് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വളർന്നുകൊണ്ടാണ്, മാനസികമായിട്ട് നമ്മൾ വളർന്നുകൊണ്ടാണ് അതൊന്ന് ചിരിക്കാൻ പറ്റുന്നത്. അന്ന് നമ്മൾ ഒരുപാട് ദുഃഖിച്ച വിഷയമായിരിക്കും. അപ്പൊ ആ ഒരു വളർച്ച നമുക്ക് വരികയാണെങ്കിൽ സ്പിരിച്വലി, ഇപ്പൊ നമ്മൾ പലരെയും ധാരണ എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി എൻലൈറ്റഡ് ആയിട്ട് ഒരാളെന്ന് പറഞ്ഞാൽ കാഷായ വസ്ത്രം ധരിച്ച് വളരെ കുറച്ച് വാക്കുകൾ പറഞ്ഞ് കുറെ സംസ്കൃത ശ്ലോകങ്ങൾ വിട്ട് അങ്ങനെ ആവണമെന്നില്ല. സ്പിരിച്വാലിറ്റി എൻ്റെ മനസ്സിലാവില്ല. ഞാനിപ്പോൾ ഇതിൽ പൂർണ്ണ അറിവുള്ള ഒരിക്കലല്ല, ഏറ്റവും കുറവ് അറിവുള്ള ഒരാളായിട്ട് എടുത്താൽ മതി. പക്ഷെ എൻ്റെ ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുഃഖത്തിൽ മുഴുകി അരമണിക്കൂറിൽ കൂടുതൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ ആയിരുന്നാണ്.
ദുഃഖം നിങ്ങൾക്ക് ശാശ്വത ഭാവമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്പിരിച്വാലിറ്റി നിങ്ങളിലേക്ക് സംഭവിച്ചാൽ നിങ്ങളുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷവാനായിരിക്കും, സന്തോഷവതിയായിരിക്കും. സന്തോഷത്തിനപ്പുറത്ത് നമ്മൾ പറയുന്ന സാധാരണ ഒരു എക്സ്റ്റസിയിലേക്ക് പോകുന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്ലിസ്, നമ്മൾ ബ്ലിസ്ഫുൾ ആണെങ്കിൽ നമ്മൾ സ്പിരിച്വൽ ആണ്. അല്ലാതെ ഇതിനെ ശ്ലോകം ചെല്ലണമെന്നോ അല്ലെങ്കിൽ ഇത് ചെയ്യണമെന്നോ മറ്റുള്ളതൊന്നും വേണ്ടത്. നമുക്ക് ഈ പ്രസൻസിൽ മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ശാശ്വതമല്ലാതെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുന്നത്. ഈ സമയം കടന്നു പോകുന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സന്തോഷത്തെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വലാണ്. മറ്റൊരു കോംപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല അവിടെ. അത്രയും സിമ്പിളാണ്. ഇപ്പൊ പലരും വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലെ എല്ലാ കോഴ്സുകളാണല്ലോ. അപ്പൊ ഈ കോഴ്സുകളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും ഈ യോഗ കോഴ്സുകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ. എല്ലാവരും ഇപ്പോൾ യോഗ കോഴ്സുകളിൽ ചേരുന്നു. അപ്പോൾ മെഡിറ്റേഷൻ ആരംഭിച്ചു, 2 ആഴ്ച കഴിയുമ്പോഴേക്കും അവർ കുണ്ടലിനി ശക്തി ഉണർത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് അവകാശം. എന്തിനായാലും പോണേ, നമ്മളെല്ലാവരും ഒരേ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവർക്കും പാട്ട് പാടാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് യേശുദാസിനെ പോലെ പാട്ട് പാടാൻ പറ്റില്ല. അപ്പൊ ഞാൻ പാടിയേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് കോഴ്സിന് പോയി പഠിച്ചാലും അതുപോലെ പറ്റില്ല. കാരണം അത് വേറെ അല്ലെ. അതുപോലെ തന്നെയാണ് മനുഷ്യർ. നമുക്ക് എല്ലാം ഒരേ മാനദണ്ഡത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടേതായ മാർഗം കണ്ടെത്തുക. നമ്മളുടെ ഈ ശരീരമല്ല നമ്മളെന്നും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു 10 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് ശിവന്റെ യാത്രകൾ സാധ്യമാവും. ശിവൻ നിങ്ങളിൽ കൂടെ, ശിവോഹം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. മാത്രമല്ല നിങ്ങളുടേതായ യാത്രകൾ തുടരാൻ. അപ്പൊ അതാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്.